ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചേട്ടന് ചോറൊന്നും കൊടുത്തു വിടണ്ടായിരുന്നു. ചേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞിട്ട് പോയായിരുന്നു പൊതിച്ചോറ് കെട്ടി വെക്കണേന്ന്. അപ്പോഴത്തേക്കിന് ഞാൻ കൂർക്കയൊക്കെ നന്നാക്കി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇടാനുള്ള സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് മുളക് പൊടി ആവശ്യത്തിന് എല്ലാം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് ഇളക്കി അടച്ചൊക്കെ വെച്ച് വേവിച്ചിട്ട് അപ്പം തന്നെ കൂർക്കയുടെ മെഴുക്കുവരട്ടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയതാണെങ്കിൽ ഇതുണ്ടാക്കാനായിട്ടാണ്. ചമ്മന്തി, പൊതിച്ചോറിൻ്റെ അകത്ത് ചമ്മന്തിയാണല്ലോ മെയിൻ. പിന്നെ അന്ന് തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. തേങ്ങയും കൊച്ചുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് തേങ്ങാ ചമ്മന്തി നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിൻ സാധനം വാഴയിലയായിരുന്നു. ഇപ്പോൾ ചൂട് കാലമായത് ഉണക്കായതും കൊണ്ട് വാഴയില എല്ലാം കൂടെ പൊട്ടിയിട്ടാണ് നിൽക്കുന്ന വാഴയില. പിന്നെ ഇവിടുന്ന് ഒരു വാഴയില പൊട്ടാതെ നോക്കി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ അത് ചേട്ടൻ മുറിച്ചെടുത്ത് തന്നിട്ടാണ് പോയത്. പിന്നെ ആണെങ്കിൽ മുട്ട പൊരിക്കുന്നുണ്ടായിരുന്നു. മുട്ടയ്ക്ക് വേണ്ടുന്ന സവാള എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ആ ഇല പൊട്ടാതെ ഞാൻ ചൂട് തട്ടിച്ചെടുത്ത് വാട്ടിയെടുത്ത്. ഞാൻ എപ്പോഴും ഇങ്ങനെ വാട്ടുമ്പോൾ മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് ഒരിലയൊക്കെ പൊട്ടിയിട്ട് ഞാൻ രണ്ടാമത്തെ ഇലയാണ് വാട്ടിയെടുക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരില ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഞാൻ പൊട്ടാതെ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വരെ കെട്ടിയ പൊതിച്ചോറിൻ്റെ കൂട്ടല്ലായിരുന്നു. ഇതിനൊരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ വാഴയില വാട്ടിയിട്ട് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. ഇതാദ്യമായിട്ടാണ് അങ്ങനെ വാട്ടിയ ഇലയ്ക്കകത്ത് വെളിച്ചെണ്ണയൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ആ ഇല വെച്ചിട്ട് അതിലോട്ട് പിന്നെ ചോറും കറികളും എല്ലാം കൂടെ വെച്ച്. നമുക്ക് ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൂർക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ തേങ്ങാ ചമ്മന്തി, ഡബിൾ ഉള്ളിക്ക അച്ചാറും പിന്നെ മുട്ട പൊരിച്ചതുമായിരുന്നു. അതെല്ലാം കൂടെ വെച്ച് ഇല ഇങ്ങനെ പൊതിഞ്ഞ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10-30 മിനിറ്റോളം അങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പൊതിച്ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന്. അപ്പോൾ എല്ലാ പൊതിച്ചോറും രുചി തന്നെയാണ്. ഈ പൊതിച്ചോറിൽ ആ ഇലയിൽ എണ്ണ തേച്ചതുകൊണ്ട് നല്ല രുചിയുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇച്ചിരി ചോറും അച്ചാറും മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും കൂടെ കൂട്ടി അങ്ങോട്ട് കഴിച്ചപ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ.